പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ ഗുഡ് ഫ്രൈഡേ നിങ്ങളെ മുൻപിൽ ദൈവവചനവുമായി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഇന്നത്തെ ദിവസം മലയാളികൾക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയായി ഈ ദിവസത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിലൂടെ സമീപിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ ഇങ്ങനെ വിളിച്ചു ഗുഡ് ഫ്രൈഡേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ദൈവവചനപ്രകാരം പറഞ്ഞാൽ ഇത് ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. സ്തോത്രം. കാരണം ദൈവവചനം കേൾക്കാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവകൃപയിൽ ജീവിപ്പാനൊക്കെയും നമുക്ക് ഈ നാളുകളിൽ ഭാഗ്യം ലഭിച്ചത് ഇതുപോലൊരു ഫ്രൈഡേ കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർന്നതത്രേ. അത് കാരണമത്രേ ഈ നാളുകളിൽ നമുക്ക് ഈ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചതും പരമപ്രധാനമായി കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. ദൈവവചനത്തിലേക്ക് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ദുഃഖവെള്ളിയായിട്ടോ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഒക്കെ ആയിട്ട് നമ്മൾ പറയുമെങ്കിലും അതിനെ ഓരോരുത്തർ പല കാഴ്ചപ്പാടുകളോടെ കാണുമെങ്കിലും, ഞാൻ ഇന്ന് പകൽ പറയാൻ ദൈവവചനത്തിൽ നിന്ന് ഞാനെടുത്ത ചിന്ത, 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ യേശു എന്ന് പേർ വിളിക്കണമെന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞ അഥവാ വിളിച്ച ആ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തെക്കുറിച്ച് യേശു വളരെ പ്രത്യക്ഷമായി വളരെ തെളിച്ച് പറയുന്ന, തൻ്റെ പിതാവിൻ്റെ മുൻപിൽ താൻ ഒറ്റയ്ക്ക് തൻ്റെ ഏകാന്തതയിൽ തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഗത്ശമന എന്ന് വിളിക്കപ്പെടുന്ന തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പിതാവിനോട്, തൻ്റെ അപ്പനോട് പറയുന്ന വാക്കുകളാണ്. ഇവിടെ യേശു പറയുന്ന വാക്ക്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ഗുഡ് ഫ്രൈഡേ. അഥവാ എന്നെ കേൾക്കുന്ന മലയാളികളോട് പറയാം, ഇതാണ് ദുഃഖവെള്ളി. എന്താണ് ഗുഡ് ഫ്രൈഡേ? എന്താണ് ദുഃഖവെള്ളി? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പുത്രനായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ഇഷ്ടം ചെയ്തതാണ് ഗുഡ് ഫ്രൈഡേ. സ്തോത്രം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? ഒത്തിരി കാര്യങ്ങളുണ്ട് പിതാവിൻ്റെ ഇഷ്ടം. അതെല്ലാം തൻ്റെ 3.5 കൊല്ലത്തെ പരസ്യ ശുശ്രൂഷയിൽ പുത്രനായ യേശു കർത്താവ് അത് മുഴുവൻ നിവർത്തീകരിച്ചു. ഒന്നുകൂടി ദൈവവചന ഭാഷയിൽ പറഞ്ഞാൽ, ന്യായപ്രമാണത്തെ നീക്കുവാൻ അല്ല,
യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പകരം ന്യായ പ്രമാണത്തെ നിവർത്തിപ്പാൻ തന്നെ ആണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ തിരിച്ചു വരട്ടെ. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? എന്താണ് സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം? നാം രോഗികളായിരിക്കുന്നതല്ല പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് യേശു രോഗികളെ അന്നും ഇന്നും ഞാൻ ഈ വചനം സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ രോഗങ്ങളെ എൻ്റെ യേശു സൗഖ്യമാക്കുന്നത്. നീ ഭൂതത്താൽ പൈശാചികമാകുന്ന ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതല്ല പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. അതന്നും ഇന്നും ഈ വചനം കേൾക്കുമ്പോഴും അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തെ, നിന്റെ ഭവനത്തെ, നിന്റെ കുടുംബത്തെ ഇന്ന് ഭരിക്കുന്ന, ബന്ധിച്ച് ഈ നാളുകളിൽ നിനക്കെതിരെ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ ഈ സമയം ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് അഴിയപ്പെടുന്നു. രോഗികൾ സൗഖ്യമാകുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഭൂതങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. മരിച്ചവർ ഉയർക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. മുടന്തർ നടക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ചെകിടർ കേൾക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. കുരുടർ കാണുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഊമർ സംസാരിക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ, നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടത്തിൽ, ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നീ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ തന്നെ നീ കണ്ടിന്യൂ ചെയ്യണമെന്നല്ല പിതാവിൻ്റെ ഇഷ്ടം. സോ അതുകൊണ്ട് എൻ്റെ കർത്താവായ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുവചനം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ആ വിഷയത്തിൽ നിന്ന് right now ഈ സമയം നീ പുറത്തു വരിക. In the name of Jesus. 3.5 വർഷക്കാലം കർത്താവ് ഇതെല്ലാം ചെയ്തു, പിതാവിൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു. ഇനി ഇതാണോ പിതാവിൻ്റെ ഇഷ്ടം? ഇത് മാത്രമാണോ? ഇതാണോ യേശുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് ജഡ അവതാരത്തിൽ അഥവാ മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചത്? രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമാണോ? ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണോ? ചെകിടനെ കേൾവിയും ഊമന് സംസാരവും കുരുടന് കാഴ്ചയും കൊടുക്കുവാൻ വേണ്ടി മാത്രമാണോ യേശുവിനെ ഈ ലോകത്തിലേക്ക് പിതാവ് അയച്ചത്? നോ. വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വീണ്ടും ഇങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ആ വെളിപ്പാട് ഇച്ചിരി കൂടി വ്യക്തമാക്കി കർത്താവ് പറയുവാണ്. വീണ്ടും യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 27-ാമത്തെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പിതാവിനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവ് ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥനയാണ്, അപ്പനോടുള്ള മകൻ്റെ അപേക്ഷയാണ്. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ സമയത്തേക്ക്, ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ഈ യാഗം അഥവാ ഈ ക്രൂശ് മരണം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നതിന് വേണ്ടിയാണ് ഈ നാഴികയിലേക്ക് യേശു വന്നിരിക്കുന്നത്. ഇനി 28-ാം വാക്യത്തിൽ സ്തോത്രം കർത്താവ് പറയുന്നു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി.
പുത്രൻ പറയുന്ന കാര്യം പിതാവ് അംഗീകരിക്കുകയാണ്. ഈ നാഴികയിലൂടെ നീ കടന്നുപോയാലേ മതിയാകത്തുള്ളൂ. ഈ ക്രൂശ് മരണം യേശുവിൻ്റെ ലൈഫിൽ, യേശുവിൽ സംഭവിച്ചാലേ മതിയാകത്തുള്ളൂ. അതൊന്നുകൂടി അവിടെ ഉറപ്പിക്കുകയാണ്. ഇനി എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, ഈ പറയുന്നത് യേശു കർത്താവിൻ്റെ 3.5 കൊല്ലത്തെ കാര്യത്തെക്കുറിച്ച് അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സ്തോത്ര, ഗത്ശമന തോട്ടത്തിൽ നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച കാര്യമാണ് ഇവിടെ ഒന്നുകൂടി പൗലോസ് ആവർത്തിക്കുന്നത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, ആരാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവൻ? തൻ്റെ പിതാവായ ദൈവം. പിതാവായ ദൈവം വിചാരിച്ചാൽ യേശു കർത്താവിനെ ക്രൂശ് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. രക്ഷിക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കുക, രക്ഷിക്കാൻ കഴിയും. അടുത്ത രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി, ഉറച്ച നിലവിളിയോടും യേശു എന്ത് ചെയ്തു? ഗത്ശമന തോട്ടത്തിൽ ഉറക്കെ നിലവിളിച്ചു. സാധാരണ പ്രാർത്ഥനയല്ല, തൻ്റെ ഹൃദയത്തിന്, തൻ്റെ മനസ്സിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ വേദന തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ ഉറക്കെ നിലവിളിച്ചു. അടുത്ത കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ യേശുവിന് എന്ത് ചെയ്തു? പിതാവ് ഉത്തരം കൊടുക്കാതിരുന്നില്ല, ഉത്തരം കൊടുത്തു. അത് നമ്മൾ വായിച്ചത് യോഹന്നാൻ 12-ൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാ, ഉത്തരം കൊടുത്തു. അടുത്ത് വായിച്ചേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ക്രൂശ് മരണത്തിൽ നിന്ന് വിടുവിക്കാത്തത്? എന്താണ് കർത്താവായ യേശു ഈ ക്രൂശ് മരണത്തിൽ നിന്ന് ഒഴിയാത്തത്? നമ്മൾ വായിച്ചു മത്തായി സുവിശേഷം 26-39 കർത്താവ് തന്നെ പറയുന്നു, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. ഇപ്രകാരം എൻ്റെ കർത്താവ് പറയുവാൻ കാരണം, ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി കർത്താവ് തീരുവാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് രക്ഷയുണ്ടാകാൻ, നമുക്ക് രക്ഷയ്ക്ക് കാരണഭൂതനായി യേശു മാറേണ്ടതിന് വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനെ ഈ ക്രൂശ് മരണത്തിൽ നിന്ന് രക്ഷിക്കാതെയും, 2, യേശു കർത്താവ് സ്വയം ഇതിൽ നിന്ന് ഒഴിയാതെയും ഈ ക്രൂശ് താൻ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഇടയായത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമേൻ സ്തോത്രം, ഇവിടെ കർത്താവായ യേശുവിനെ ശിഷ്യന്മാർ ഭക്ഷണത്തിനു വേണ്ടി ഭക്ഷിപ്പാൻ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ 4-34-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ ആഹാരം. എന്ന് വെച്ചാൽ തനിക്ക് ഈ 33.5 കൊല്ലം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ആമേൻ, തനിക്ക് ആഹാരത്തെക്കാൾ വലുത്, തനിക്ക് ഭക്ഷണത്തെക്കാൾ വലുത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും സ്തോത്രം, ആമേൻ, ഈ 2025 ഈ ദുഃഖ വെള്ളിയാഴ്ച അഥവാ ഈ ഗുഡ് ഫ്രൈഡേ, സ്തോത്രം, നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്നതിലല്ല, വർഷത്തിൽ ഒരു ദിവസം കഞ്ഞി കുടിക്കുവാൻ മാത്രം, ആമേൻ, ആ ഒരു സമയത്ത് മാത്രം യേശുവിൻ്റെ ക്രൂശ് മരണം ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ആചരിക്കുകയോ ചെയ്യുന്ന ഒരനുഭവമായി ഒതുങ്ങുകയല്ല. ഈ ദിവസങ്ങൾ
ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന ഈ ആയുസ് മറ്റെന്തിനേക്കാളും നമ്മുടെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനാകുന്ന യേശു ആമേൻ ആമേൻ നിവർത്തിച്ചതുപോലെ അഥവാ അത് തികച്ചതുപോലെ പുത്രനാകുന്ന യേശുവിൻ്റെ ഇഷ്ടം ഈ നാളുകളിൽ ചെയ്യാൻ അഥവാ അത് തികയ്ക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നതത്രേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആമേൻ നല്ലൊരു അഥവാ വളരെ നല്ലൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ യേശുവിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം എങ്ങനെ എവിടെ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഞാൻ പറയട്ടെ, ഗതശമന തോട്ടത്തിൽ വരെ മാത്രമല്ല, സ്തോത്രം ഹാമൻ കള്ളന്മാരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നത് വരെ മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം തൻ്റെ അവസാന തുള്ളി രക്തവും ഒഴുകുന്നത് വരെയും തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നത് വരെയും യേശു കർത്താവ് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. ഈ ദിവസങ്ങളിൽ ഈ 2025 ഈ ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ ഈ ദുഃഖവെള്ളി ദിനത്തിൽ എനിക്കും നിങ്ങളോടും പറയാൻ ആമേൻ ഉള്ള വാക്ക് ഈ വചനം തന്നെ ഞാൻ വിളിച്ചു പറയുന്നു. ലോകം മുഴുവൻ അറിയട്ടെ. എന്താണ് അറിയേണ്ടത്? ഈ ദുഃഖവെള്ളിയാഴ്ചടന്ന് എന്താണ് ലോകം അറിയേണ്ടത്? എന്താണ് ലോകം കേൾക്കേണ്ടത്? സ്തോത്രം. പിതാവിൻ്റെ യേശു കർത്താവ് പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് തന്നോട് കൽപ്പിച്ചതുപോലെ കർത്താവായ യേശു ഈ ലോകത്തിൽ ചെയ്തു എന്നും ഈ ലോകം അറിയുന്നത് അഥവാ അറിയേണ്ടത് തന്നെയാണ് യഥാർത്ഥ ദുഃഖ വെള്ളി അഥവാ യഥാർത്ഥ ഗുഡ് ഫ്രൈഡേ. അത് നമ്മളും അറിയട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രൻ ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, എന്താണ് ഈ പുത്രൻ ചെയ്തത്? കാൽവറിയിൽ തൻ്റെ അവസാന തുള്ളി രക്തവും എനിക്കും നിനക്കും വേണ്ടി ഒഴുക്കി നൽകി. തൻ്റെ ജീവൻ, നമ്മുടെ ജീവൻ പോകേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകി. ഇത് തന്നെയാണ് നിങ്ങൾ അറിയേണ്ട ദുഃഖ വെള്ളിയുടെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം. അതറിയുന്നു എങ്കിൽ ആ മരണം, ആ ക്രൂശിലെ മരണം നിങ്ങളുടെ രക്ഷയ്ക്ക്, അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അത് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ, അത് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, എന്താണ് സ്വീകരിക്കേണ്ടത്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇടത്തിരുന്ന് ഇങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും വായ് കൊണ്ട് വിളിച്ചു പറയാനും കഴിയുമോ? എൻ്റെ യേശു ഈ ലോകത്തിലേക്ക് വന്നത്, ഈ ലോകത്തിൽ വന്ന് പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കാൻ കാൽവറിയിൽ തൻ്റെ ജീവനെ നൽകിയത് എനിക്ക് വേണ്ടിയാണ് എന്ന സത്യം വെറും അറിവായി മാത്രം ഇരിക്കാനല്ല, ഒരു ഹിസ്റ്ററിയായി മാത്രം ഇരിക്കാനല്ല, അത് നിങ്ങൾ വിശ്വസിക്കാൻ, അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ ദുഃഖവെള്ളി നിങ്ങളുടെ വിടുതൻ്റെ ദിവസമാണ്. ഈ ദുഃഖവെള്ളി നിങ്ങളുടെ ഗുഡ് ഫ്രൈഡേ ആക്കി കർത്താവ് മാറ്റുവാനിടയാകും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയും വിടുതലും നന്മയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാനും പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ ചെയ്തതുപോലെ, പിതാവായ ദൈവത്തെ പുത്രൻ അനുസരിച്ചതുപോലെ ഈ പുത്രൻ്റെ ഇഷ്ടം ചെയ്യാനും പുത്രനെ അനുസരിക്കാനും ഈ നാളുകളിൽ നമ്മെക്കൊണ്ട് കഴിയട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.